നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇൻ്റർനെറ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സും ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വേൾഡ് വൈഡ് വെബ് എന്താണെന്ന് നോക്കാം. WWW അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് വേൾഡ് വൈഡ് വെബ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇൻ്റർനെറ്റ് വഴി കണ്ടൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ WWW എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും WWW എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇൻ്റർലിങ്ക്ഡ് ഡോക്യുമെൻറ്റ്സ് ആക്സസ്ഡ് ത്രൂ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് വഴി ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് വേൾഡ് വൈഡ് വെബ്. അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് വഴി കണ്ടൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പോസിബിൾ ആക്കുന്ന ഒരു സിസ്റ്റമാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വെബ് പേജസോ വെബ്സൈറ്റോ ഒക്കെ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? കുറേ ലിങ്കുകൾ കാണാൻ പറ്റും, ഹൈപ്പർ ലിങ്കുകൾ. ഈ ലിങ്ക് വഴിയാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് സെർച്ച് ചെയ്യുന്നത്. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലേക്ക് പോകും. അതിനകത്ത് ഒരുപാട് ലിങ്കുകൾ കാണും. ആ ലിങ്കുകൾ വഴിയാണ് നമ്മൾ ഓരോരോ ഡോക്യുമെൻറ്റ്സ് സെർച്ച് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഈ വേൾഡ് വൈഡ് വെബിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ വാഷിങ്ടൺ DC ആണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ ടിം ബെർണേഴ്സ്-ലീ ആണ്. 1989 UK ഫിസിസ്റ്റ് ആയിട്ടുള്ള ടിം ബെർണേഴ്സ്-ലീ ആണ് ഈ വേൾഡ് വൈഡ് വെബ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന് നോക്കിയേ, ഒരു ടേം ഉണ്ട് W3C. W3C എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ്. എന്തിനു വേണ്ടിയിട്ട്? വേൾഡ് വൈഡ് വെബിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് W3C അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം എന്ന് പറയുന്നത്. ഇതെന്നാ നിലവിൽ വന്നതെന്ന് വെച്ചാൽ 1994 ഇത് നിലവിൽ വന്നത്. അപ്പോൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ്സൈറ്റ് ആൻഡ് വെബ് പേജസ്. വെബ്സൈറ്റുകളുടെയും വെബ് പേജസിൻ്റെയൊക്കെ കളക്ഷനാണ് എന്ത്? നമ്മുടെ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. എന്താണ് ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ വെബ് പേജസും അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നിലധികം വെബ് പേജസിൻ്റെ കളക്ഷനെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു വെബ് പേജ് മാത്രമായിരിക്കത്തില്ല. നമ്മൾ നോക്കി ഒരു ബുക്ക് എടുക്കുക, ബുക്കിനകത്ത് എന്തുണ്ട്? ഒരുപാട് പേജസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഏത് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെയോ എന്തിൻ്റെയെങ്കിലും ഒരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേജ് ആയിരിക്കത്തില്ല അതിനകത്തുള്ളത്, ഒന്നിലധികം പേജസ്, ഒരുപാട് തൗസൻഡ്സ് ഓഫ് പേജസ് അതിനകത്ത് കാണും. എന്താണെന്ന് വെച്ചാൽ ഒരു പേജ്, ഫസ്റ്റ് പേജ് അല്ലെങ്കിൽ ഹോം പേജ്, ഫസ്റ്റ് പേജിനെ നമ്മൾ ഹോം പേജ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് പേജിൽ പോയി ആ പേജിൽ തന്നെ എന്തുണ്ട്? ഒരുപാട് ടെക്സ്റ്റ് ഉണ്ട്, ഇമേജസ് ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റുകളെല്ലാം എന്തായിരിക്കും? ലിങ്ക്ഡ് ആയിരിക്കും, ഹൈപ്പർ ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത ഒരു പേജിലേക്കാണ് പോകുന്നത്. ആ പേജിലും ഇതുപോലെ ഹൈപ്പർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സ് കാണും. അതിലേതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് വെബ് പേജസ്. റിലേറ്റഡ് ആയിട്ടുള്ള വെബ് പേജസിൻ്റെ ഒരു കളക്ഷനാണ്. അതായത് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു പേജിലേക്കായിരിക്കും പോകുന്നത്, ഒരു ബന്ധവുമില്ലാത്ത പേജിലേക്കായിരിക്കില്ല പോകുന്നത്. അപ്പോൾ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള വെബ് പേജസിൻ്റെ കളക്ഷനാണ് എന്ത്? വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇനി വെബ് പേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വേൾഡ് വൈഡ് വെബിൽ ഇൻഫർമേഷൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഓരോ സിംഗിൾ പേജിനെയും നമുക്ക് എന്ത് പറയാം? വെബ് പേജ് എന്ന് പറയാം. ഒരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ സിംഗിൾ പേജും ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ പേജിലേക്കായിരിക്കും പോകുന്നത്. ആ ഓരോ പേജിനെയും നമ്മൾ പറയുന്ന പേരെന്താണ്? വെബ് പേജ് എന്നാണ് പറയുന്നത്.
അപ്പോൾ വെബ്സൈറ്റും വെബ് പേജും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. വെബ് പേജസിൻ്റെ കളക്ഷനാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഓരോ സിംഗിൾ പേജുമാണ് വെബ് പേജ്. ഇനി ഹോം പേജ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഫ്രണ്ട് പേജ് ഓഫ് എ വെബ്സൈറ്റ്. ഏതൊരു വെബ്സൈറ്റ് നമ്മൾ സെർച്ച് ചെയ്താലും അതിന് പോകുന്ന ആ ഫസ്റ്റ് പേജ് ഉണ്ട്, ആ ഫസ്റ്റ് പേജിനെയാണ് എന്ത് പറയുന്നത്, ഹോം പേജ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹൈപ്പർ ലിങ്ക്? ഹൈപ്പർ ലിങ്ക് എന്താണ്? വെൻ യൂസർ ക്ലിക്ക് ഓൺ ഹൈപ്പർ ലിങ്ക് ഇറ്റ് ഡയറക്റ്റ് യൂസർ ടു റിലേറ്റഡ് ഡോക്യുമെൻ്റ്. നമ്മളൊരു ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുപോകും. എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഹൈപ്പർ ലിങ്ക് ഒക്കെ എങ്ങനെ ഒരു ബ്ലൂ കളറിലായിരിക്കും കാണപ്പെടുന്നത്, അതുപോലെ തന്നെ എന്ത് ചെയ്യും, താഴെ ഒരു അണ്ടർലൈൻ ഉണ്ടായിരിക്കും. നമ്മൾ ലിങ്കിനകത്ത് കൊണ്ടുവെക്കുമ്പോൾ ആ നമ്മുടെ മൗസിൻ്റെ കൈസർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഒരു ഫിംഗർ ഷേപ്പിലേക്ക് മാറും, ഒരു കൈയുടെ ഷേപ്പിലേക്ക് മാറും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മറ്റൊരു പേജിലേക്ക് പോകും അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളൊരു ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻസിലേക്കായിരിക്കും അത് നമ്മളെ കൊണ്ടുപോകുന്നത്. അതാണ് ഹൈപ്പർ ലിങ്ക്. ഇനി എന്താണ് URL? നമ്മൾ ഇൻ്റർനെറ്റിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് ഇത് URL എന്ന് പറയുന്നത്. അപ്പോൾ URLൻ്റെ ഫുൾ ഫോമും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ വെബ് പേജസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു നെയിമുണ്ട്. ആ നെയിമിനെ അല്ലെങ്കിൽ ഓരോ വെബ് പേജസിൻ്റെയും അഡ്രസ്സിനെയാണ് എന്ത് പറയുന്നത്, URL എന്ന് പറയുന്നത്. നമ്മളൊരു ടേം സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ അഡ്രസ് ബാറിൽ എന്ത് വരും, ആ സെർച്ച് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പേജസിൻ്റെ അഡ്രസ്സ് വരും. അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ടേമുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ലിങ്കുകൾ നമുക്ക് കിട്ടും. അതിലേതെങ്കിലും ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഏത് പേജിലേക്കാണോ പോകുന്നത് ആ പേജിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ URL ആയിരിക്കും നമ്മുടെ അഡ്രസ് ബാറിൽ കാണുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നമുക്കിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ മുകളിലൊരു അഡ്രസ് ബാർ ഉണ്ട്. അഡ്രസ് ബാർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ http:// ഈ ഒരു ഫോർമാറ്റിൽ ഇത് കഴിഞ്ഞിട്ട് സ്ലാഷ് കഴിഞ്ഞിട്ടും പേജസിൻ്റെ എന്ത് കാണും, അഡ്രസ്സ് കാണും. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലുള്ള ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് മുകളിലെ അഡ്രസ് ബാറിൽ കാണാൻ പറ്റും. അതാണ് URL എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പേജിൽ നമ്മളിപ്പോൾ ഇത് google.com/a.html എന്നൊരു പേജാണ്. ആ പേജ് കിടക്കുന്ന ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് a.html, അപ്പോൾ അതിൻ്റെ അടുത്ത പേജ് എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ URL എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററാണ്. വെബ് പേജസിലെ ഓരോ വെബ് പേജസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നെയിം അല്ലെങ്കിൽ അഡ്രസ്സിനെയാണ് URL എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, ഡൊമൈൻ നെയിം. എന്താണ് ഡൊമൈൻ നെയിം? നമ്മുടെ ഈ ഒരു URLൻ്റെ ഒരു പാർട്ടാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഇത് ഓരോ വെബ് പേജിനെയും ഒരു പർട്ടിക്കുലർ വെബ് പേജിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന URLൻ്റെ ഒരു പാർട്ടിനെയാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയുമാണ് URL എങ്കിൽ ഇതിൽ google.com ഇതാണ് എന്ത് വരുന്നത്, ഡൊമൈൻ നെയിമായിട്ട് വരുന്നത്. അപ്പോൾ ഓരോ വെബ് പേജിനെയും പർട്ടിക്കുലറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു പാർട്ടാണ് ഇത് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഡൊമൈൻ നെയിം സിസ്റ്റം. എന്താണ് ഡൊമൈൻ നെയിം സിസ്റ്റം? ഇതെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ദ ഡൊമൈൻ നെയിം ഇൻറ്റു IP അഡ്രസ്സ്. ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഡൊമൈൻ നെയിം സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇനി വെബ് ബ്രൗസർ എന്താണെന്ന് നോക്കാം. വെബ് ബ്രൗസർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വേൾഡ് വൈഡ് വെബ് വഴി നമുക്ക് ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ അതുപോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ത്, വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. നമുക്ക് വെബ് പേജസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, വെബ് ബ്രൗസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ വേൾഡ് വൈഡ് വെബായിട്ട് ഇൻഫർമേഷൻ സക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ത് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. വെബ് ബ്രൗസർ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇൻ്റർനെറ്റ് വഴി വെബ് പേജസ് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നോക്കി ഇതെന്താ ചെയ്യുന്നത്, റിട്രീവ് വെബ് പേജസ് ഫ്രം വെബ് സെർവർ. വെബ് സെർവറിലായിരിക്കും എന്തുണ്ടാകുക, വെബ് പേജസ് ഉണ്ടാവുക. അപ്പോൾ ആ വെബ് സെർവറിൽ നിന്നും നമുക്ക് വേണ്ട പേജസിനെ, വെബ് പേജസിനെ റിട്രീവ് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് ആരുടെ ധർമ്മം, വെബ് ബ്രൗസറിൻ്റെ ധർമ്മം. ഈ വെബ് ബ്രൗസറിന് എക്സാമ്പിളാണ് മൂസില്ല, ഫയർഫോക്സ്, ഒപ്പേര, ഗൂഗിൾ ക്രോം, സഫാരി, എപ്പിക് എന്നൊക്കെ പറയുന്നത് എന്താണ്, വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിളാണ്. നമ്മുടെ സിസ്റ്റം കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫോൺ എടുത്തു കഴിഞ്ഞാലും അതിനകത്തെല്ലാം എന്ത് ചെയ്യാം, പല രീതിയിലുള്ള വെബ് ബ്രൗസേഴ്സ് നമുക്ക് കാണാം. അപ്പോൾ ഈ എക്സാമ്പിൾ പഠിച്ചു വെക്കാം. മൂസില്ല, ഫയർഫോക്സ്, ഒപ്പേര, ഗൂഗിൾ ക്രോം, സഫാരി, എപ്പിക്. അതുപോലെ തന്നെ ഏതൊക്കെ വെബ് ബ്രൗസർ കിട്ടുന്നോ അതിൻ്റെ എല്ലാം പേരുകൾ നമ്മൾ പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കും, ഇതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഏത്, വെബ് ബ്രൗസർ ഏത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നോക്കേ, ആദ്യത്തെ വെബ് ബ്രൗസർ, ഫസ്റ്റ് വെബ് ബ്രൗസർ ഏതാണ്, നെക്സസ് ആണ് ആദ്യത്തെ വെബ് ബ്രൗസർ എന്നറിയപ്പെടുന്നത്. അതായത് ഈ നെക്സസിന് ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് വേൾഡ് വൈഡ് വെബ് എന്ന് തന്നെ ആയിരുന്നു. പക്ഷേ ഈ വേൾഡ് വൈഡ് വെബ് എന്നുള്ള ആ വെബ് ബ്രൗസറിൻ്റെ പേര് മാറ്റി നെക്സസ് എന്നാക്കിയതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ വേൾഡ് വൈഡ് വെബും അതുപോലെ തന്നെ ഈ ഫസ്റ്റ് വെബ് ബ്രൗസറിൻ്റെ പേരും ഒന്ന് തന്നെയാണ്, വേൾഡ് വൈഡ് വെബ് എന്ന് തന്നെയാണ്. അപ്പോൾ എന്തിനു ഇത് തമ്മിൽ, ഇത് ഏതാണ് വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഏതാണ്, വെബ് ബ്രൗസർ ഏതാണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തത്, നെക്സസ് എന്ന പേര് കൊടുത്തത്. അപ്പം ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, നെക്സസ് ആണ് ആദ്യത്തെ വെബ് ബ്രൗസർ. ഇനി ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആരുടെയാണ്, മൈക്രോസോഫ്റ്റിൻ്റെ ആണ്. ഏത് വെബ് ബ്രൗസർ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ വെബ് ബ്രൗസറാണ്. എന്നാണ് വന്നത്, 1995. ഇനി ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന വെബ് ബ്രൗസർ ഡെവലപ്പ് ചെയ്തത് ആരാണ്, ഗൂഗിളാണ്. അത് നമുക്കറിയാം, പേരിൽ തന്നെയുണ്ട്. ഇനി സഫാരി ആരുടെയാണ്, ആപ്പിളിൻ്റെ വെബ് ബ്രൗസറാണ് ഇത് സഫാരി എന്ന് പറയുന്നത്. ഇനി എപ്പിക്കോ, ഫസ്റ്റ് വെബ് ബ്രൗസർ ഡെവലപ്ഡ് ഇൻ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ വെബ് ബ്രൗസറാണ് എപ്പിക് എന്ന് പറയുന്നത്. എന്നാണ് 2013 നിലവിൽ വന്നത്. 12 ലാംഗ്വേജസിൽ ഇത് അവൈലബിൾ ആണ്. ഈ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിക്കും. ഏതാണ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസർ, നമ്മുടെ ഗൂഗിൾ ക്രോം ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസർ. ഈ സർഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിങ്ക് വഴി നമ്മൾ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകും ഇല്ലേ. അപ്പോൾ ദ പ്രോസസ് ഓഫ് മൂവ് ഫ്രം വൺ പേജ് ടു അനദർ, ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് നമ്മളിങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, സർഫിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സർഫിംഗ് മീൻസ് എന്ന് വെച്ചാൽ സെർച്ചിങ്. അപ്പം എന്താ ഒന്നിലധികം പേജസിലൂടെ നമ്മളിങ്ങനെ മൂവ് ചെയ്തു പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്, സർഫ് ചെയ്യുക അല്ലെങ്കിൽ സർഫിംഗ് എന്ന് പറയുക. ഇനി മൊബൈലിൽ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസേഴ്സ് ഏതൊക്കെയാണ്, ഒപ്പേറ മിനി, ബ്ലാക്ക്ബെറി ആക്സസ്, ഡോൾഫിൻ, UC ബ്രൗസറൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ മൊബൈൽ ഫോൺസിൽ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസേഴ്സാണ് ഒപ്പേറ മിനി, ബ്ലാക്ക്ബെറി ആക്സസ്, ഡോൾഫിൻ, UC ബ്രൗസർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ PDF നോട്ട്സ് ആവശ്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. താങ്ക്